ഇസ്രായേൽ ഇറാൻ യുദ്ധം പാകിസ്ഥാന്റെയും അന്ത്യം കുറിക്കുമോ എന്ന ഒരു പ്രസക്തമായ ചോദ്യം ഉയരുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ് ഇത് ഉണ്ടാവുന്നത്. അതിനു മുമ്പായിട്ട് പാകിസ്ഥാന്റെ മാപ്പിലേക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. പാകിസ്ഥാൻ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് അതിർത്തി ഉള്ളത്? ഇന്ത്യയുമായിട്ട് വലിയ ഒരു അതിർത്തി പാകിസ്ഥാൻ പങ്കിടുന്നുണ്ട്. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, അതുപോലെ ജമ്മു ആൻഡ് കാശ്മീർ, ഇവിടെയൊക്കെ തന്നെ പാകിസ്ഥാന് ഇന്ത്യയുമായിട്ട് അതിർത്തിയുണ്ട്. ഇന്ത്യയുടെ കൈവശമുള്ള ഇന്ത്യയുടേതായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ, കാശ്മീരിന്റെ കുറച്ച് ഭാഗങ്ങൾ പാകിസ്ഥാൻ കൈവശപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പാക് അധീന കാശ്മീർ, ആ ഒരു വകയിൽ ചൈനയുമായിട്ട് പാകിസ്ഥാൻ ഒരു ചെറിയ അതിർത്തി ഉണ്ട്. പക്ഷെ അത് എല്ലാ കാലവും നിലനിൽക്കാനുള്ള സാധ്യതയില്ല. കാരണം ഇന്ത്യയുടെ പ്രദേശമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് ഇന്ത്യയിൽ തന്നെ വന്നു ചേരേണ്ടതുമാണ്. അപ്പോൾ ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാന് പ്രധാനമായിട്ട് അതിർത്തി ഉള്ളത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. വലിയ ഒരു അതിർത്തിയുണ്ട്. സെൻട്രൽ ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളുമായിട്ട് പാകിസ്ഥാൻ അതിർത്തിയില്ല. പാകിസ്ഥാന് താജിക്കിസ്ഥാനുമായിട്ടും അതിർത്തിയില്ല. കാരണം ഈ താജിക്കിസ്ഥാനും പാകിസ്ഥാനും ഇടയിൽ വഖാൻ കോറിഡോർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പ്രദേശം അത് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ശരിക്കും അഫ്ഗാനിസ്ഥാൻ്റെതാണ്. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാന് പ്രധാനമായിട്ട് അതിർത്തിയുള്ള ഒരു രാജ്യം ഇന്ത്യയാണ്, മറ്റൊന്ന് അഫ്ഗാനിസ്ഥാനാണ്, പിന്നെ ഉള്ളത് ഇറാനാണ്. ചൈനയെ നമുക്ക് മാറ്റി വയ്ക്കാം. കാരണം ഇന്ത്യയുടെ പ്രദേശങ്ങൾ പാകിസ്ഥാന്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ചൈനയുമായിട്ട് അതിർത്തി ഉള്ളത്. ഇല്ലെങ്കിൽ ചൈനയുമായിട്ട് പാകിസ്ഥാൻ അതിർത്തിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാന് അതിർത്തിയുള്ള ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, അതിൽ ഓൾറെഡി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നല്ല ബന്ധമല്ല, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ നല്ല ബന്ധമല്ല. ഇറാനിൽ ഭരണകൂടം മാറിയാൽ പാകിസ്ഥാൻ ഭയപ്പെടുന്നത് പാകിസ്ഥാൻ എതിരായിട്ട് കാര്യങ്ങൾ മാറുമോ എന്നാണ്. കാരണം ഇറാനിലെ ഭരണകൂടത്തെ മാറ്റാൻ ശ്രമിക്കുന്നത്, റെജീം ചേഞ്ചിനായിട്ട് ശ്രമിക്കുന്നത് ശരിക്കും ഇസ്രായേലാണ്. അമേരിക്കയുടെ പിന്തുണയുണ്ട്, പക്ഷെ അവിടെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ നീക്കുന്നതും തീരുമാനിക്കുന്നതും ഇസ്രായേലാണ്. അപ്പൊ ഇസ്രായേല് അവിടെ ഭരണകൂടത്തെ മാറ്റുകയാണെങ്കിൽ പകരം അവിടെ അധികാരത്തിലേക്ക് എത്തുന്നത് ഒരു ഇസ്രായേൽ അനുകൂല ഭരണകൂടമായിരിക്കുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ട്. കാരണം ഓൾറെഡി മൊസാദിന് ഇസ്രായേലില് ശക്തമായ വേരുകളുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേലിന് കൃത്യമായിട്ട് ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ച് അറിയാൻ പറ്റുന്നത്, ആണവ ശാസ്ത്രജ്ഞർ എവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ വധിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഇസ്രായേല് ഇറാന്റെ പരമോന്നത നേതാവിനെ പോലും കൃത്യമായിട്ട് വധിക്കുക എന്ന് പറയുമ്പോൾ അവിടെ അകത്തു നിന്ന്, ഇറാന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇൻഫർമേഷൻ വെളിയിലേക്ക് കിട്ടുന്നു, ഇസ്രായേലിന് കിട്ടുന്നു. അപ്പൊ അവരുടെ ഇറാന്റെ ഉള്ളിലെ നെറ്റ്വർക്ക് വളരെ ശക്തമാണ്. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇസ്രായേൽ അനുകൂല ഭരണകൂടമായിരിക്കും ഇറാനിൽ അധികാരത്തിൽ വരിക. അങ്ങനെയെങ്കിൽ ആ ഭരണകൂടം ഇന്ത്യയുടെയും സുഹൃത്തായിരിക്കുമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. വീണ്ടും ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിക്കാതിരിക്കുന്നത് വെറുതെ അല്ല. പ്രത്യേകിച്ച് ഇറാന് യാതൊരു തരത്തിലുള്ള പിന്തുണയും, ഇപ്പോഴത്തെ ഇറാൻ ഭരണകൂടത്തിന് ഒരു പിന്തുണ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കിട്ടാത്തതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഒരു പക്ഷേ ഇങ്ങനെ കുറെ കളികൾ ഇതിന്റെ പുറകിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം. അപ്പോൾ ഇസ്രായേൽ അനുകൂല ഒരു ഭരണകൂടം ഇറാനിൽ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു വശത്ത് ഇന്ത്യ, മറ്റൊരു വശത്ത് അഫ്ഗാനിസ്ഥാൻ, വേറൊരു വശത്ത് ഇറാൻ. ആ ഇറാൻ എന്ന് പറയുന്നത് ഇസ്രായേൽ അനുകൂല ഇറാനാണ്. അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും പാകിസ്ഥാന്റെ അവസ്ഥ? ശരിക്കും ബർഗറിന്റെ ഇടയിൽ ഇരിക്കുന്ന ഒരു ചിക്കൻ പീസിന്റെ അവസ്ഥയായിരിക്കും പാകിസ്ഥാന്. ഇത് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നതാണ് ഇതിലെ ഏറ്റവും കൗതുകമുള്ള കാര്യം. പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ഇറാനിനെതിരെയുള്ള നിലവിലെ സായുധ സംഘർഷത്തിന് പിന്നിൽ സയണിസ്റ്റ് പദ്ധതി ഉണ്ടെന്നും അത് പാകിസ്ഥാനെ ഒരു സാമന്ത രാജ്യമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നതാണെന്നും ആരോപിച്ച് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വന്നിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ എന്നിവ ഉൾപ്പെടുന്ന ഒരു ഏകോപിത പദ്ധതിക്ക് ഇത് കാരണമാകുമെന്നാണ് ഖ്വാജ ആസിഫ് ഇപ്പോൾ പറയുന്നത്. ഇറാനുമായിട്ട് 900 കിലോമീറ്ററിലേറെ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പൊ ഇവിടെയാണ് ഇതിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, പാകിസ്ഥാന് പിന്നെ അയൽ രാജ്യങ്ങളിൽ സുഹൃത്തുക്കളൊന്നും ഇല്ലാത്തൊരു അവസ്ഥ വരും. ഇറാനിൽ പാകിസ്ഥാന് എതിരായിട്ടുള്ള ഭരണകൂടം വരും, അഫ്ഗാനിസ്ഥാനിൽ ഓൾറെഡി എതിരായിട്ടുള്ള ഭരണകൂടമാണ്, ഇന്ത്യ ഓൾറെഡി പാകിസ്ഥാനെതിരായിട്ടുള്ള ഒരു ഭരണകൂടമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് പാകിസ്ഥാനും പിന്നെ മുമ്പിലുള്ളത് അറബിക്കടലാണ്, അവിടോട്ട് എടുത്ത് ചാടുക മാത്രമേ വഴിയുള്ളൂ. ഇറാൻ ഭരണകൂടം ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ടും അവരുടെ മേൽ യുദ്ധം അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നാണ് ഖ്വാജ ആസിഫ് ആരോപിക്കുന്നത്. ഈ യുദ്ധം ഈ സയനിസ്റ്റുകൾ ആസൂത്രണം ചെയ്തതാണെന്നും ഇസ്രായേലിന്റെ സ്വാധീനം പാകിസ്ഥാന്റെ അതിർത്തികളിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യം ഇതിന്റെ പുറകിലുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അതായത് ഇറാനിൽ ഒരു ഇസ്രായേൽ അനുകൂല ഭരണകൂടം വന്നു കഴിഞ്ഞാൽ ആ ഭരണകൂടത്തിലൂടെ ഇസ്രായേലിന് പാകിസ്ഥാന്റെ അതിർത്തിയിലേക്ക് എത്താമെന്നതൊരു വസ്തുതയാണ്. കാരണം നമുക്കറിയാവുന്ന പോലെ ഈ പാകിസ്ഥാനും ഇറാനും തമ്മിൽ അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാനെ കൂടുതൽ
ഇസ്രായേലിനെ നിരീക്ഷിക്കുവാനും അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇതൊരു ലോങ് ടേം പദ്ധതിയുടെ ഭാഗമാണ്. ഇതൊന്നും യാദർശികമായിട്ട് സംഭവിക്കുന്നതല്ല. കാരണം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ഭീഷണി അല്ലെങ്കിൽ ഏറ്റവും വലിയ ത്രെട്ട് ഇറാൻ അല്ല. നിലവിൽ അത് പാകിസ്ഥാൻ തന്നെയാണ്. എല്ലാ കാലവും അമേരിക്കയുടെ ഇച്ഛയ്ക്കനുസരിച്ച് പാകിസ്ഥാൻ നിൽക്കണമെന്നില്ല, അല്ലെങ്കിൽ അമേരിക്കയുടെ അനുമതിക്കായിട്ട് അവരുടെ ആണവായുധങ്ങൾ അവർ എന്നും കയ്യിൽ തന്നെ വെക്കണമെന്നില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ഭരണാധികാരി, തീവ്രവാദ സ്വഭാവമുള്ള ഒരാൾ പാകിസ്ഥാന്റെ നേതൃത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന് വലിയ ഭീഷണി തന്നെയാണത്. ഇന്ത്യക്ക് മാത്രമല്ല, ഇസ്ലാമിക ലോകത്ത് പൊതുവെ ഇസ്രായേലിനെയാണ് ഒരു പ്രധാന ശത്രുവായിട്ട് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ ഒരു ദീർഘവീക്ഷണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇറാനെ തകർക്കുക, ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നതിനെ തടഞ്ഞ് ഇറാനിലെ ഭരണകൂടം മാറ്റിയിട്ട് പുതിയ ഇസ്രായേൽ അനുകൂല ഭരണകൂടത്തെ കൊണ്ടുവരിക. അതിനുശേഷം ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇസ്രായേൽ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ എന്നിവ പാകിസ്ഥാനെതിരെ ഏകീകൃത ശത്രുതാപരമായ അജണ്ട സ്വീകരിക്കുമെന്നും ഇത് രാജ്യത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമല്ലാതാക്കുമെന്നും എല്ലാ വശത്തും ശത്രുക്കളാൽ വലയം ചെയ്ത് പാകിസ്ഥാനെ ഒരു സാമന്ത രാജ്യമാക്കി മാറ്റുമെന്നും ഖ്വാജ പറയുന്നുണ്ട്. ഇത് ഒരു ഗൂഢാലോചനയാണ്. ഈ ഗൂഢാലോചന തിരിച്ചറിയാനും രാഷ്ട്രീയ മത ഭേദമന്യേ ശത്രുക്കളുടെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കാനും പാക് പൗരന്മാരോട് ഖ്വാജ ആസിഫ് അഭ്യർത്ഥിക്കുന്നു. എന്ന് വെച്ചാൽ അവിടെ തീ പിടിച്ചു തുടങ്ങി. സംഗതി പാകിസ്ഥാന് ഭയം തുടങ്ങിയിരിക്കുന്നു. കാരണം അമേരിക്കയെ സോപ്പിട്ട് ട്രംപ് എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് പാകിസ്ഥാന് മനസ്സിലായിരിക്കുകയാണ്. ട്രംപിന്റെ വാചകമടിയും പുറമേ ഉള്ള പൂശലും കണ്ടിട്ട് ട്രംപ് ഒരു നല്ലവനാണെന്ന് പാകിസ്ഥാൻ തെറ്റിദ്ധരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രംപ് അമേരിക്കയുടെ ഇൻട്രസ്റ്റിനും ഇസ്രായേലിന്റെ ഇൻട്രസ്റ്റിനും എതിരായിട്ട് ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇസ്രായേലിനോട് ട്രംപിന് വലിയ ഒരു സ്നേഹവും ബാധ്യതയും ഒക്കെ ഉള്ളതായിട്ടാണ് തോന്നുന്നത്. മാത്രമല്ല അമേരിക്കയുടെ അടക്കം സാമ്പത്തിക രംഗത്ത് ഇസ്രായേലുകാർക്ക് വലിയ സ്വാധീനമുണ്ട്. ഇസ്രായേലിനെ അങ്ങനെ നിസ്സാരമായിട്ട് അമേരിക്കയ്ക്ക് തള്ളിക്കളയാൻ പറ്റില്ല, പിണക്കാനും കഴിയില്ല. ഇസ്രായേലും അമേരിക്കയും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കൻ ഭരണകൂടം ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ വേണ്ടെന്ന് നടിച്ചിട്ട് അല്ലെങ്കിൽ കണ്ടില്ലെന്ന് വെച്ചിട്ട് പാകിസ്ഥാനെ ഒരുപാട് മടിയിലിരുത്തി താലോലിക്കും എന്ന് കരുതുക വയ്യ. ഈ കാര്യം പാകിസ്ഥാനും മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ റെയർ എർത്ത് അല്ല, എന്തൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാലും അമേരിക്കയെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണങ്ങളുടെ പുറകിലെ യഥാർത്ഥ അജണ്ട ഒരുപക്ഷെ പാകിസ്ഥാനും മനസ്സിലാക്കുന്നത്. പാകിസ്ഥാന്റെ ആണവ ശക്തിയുടെ കാര്യത്തിലും പാകിസ്ഥാൻ ഒരു ഭയം ഉണ്ട്. ഖ്വാജ ആസിഫിന്റെ സ്റ്റേറ്റ്മെന്റിനെ നമ്മളൊന്ന് ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണെങ്കിൽ ഇത് മനസ്സിലാവും. പാകിസ്ഥാന്റെ ആണവശക്തി രാജ്യത്തെ സയനിസ്റ്റുകളിൽ നിന്ന് സംരക്ഷിക്കുന്നുവെന്നും പാക് സായുധ സേനയുടെ ശക്തി ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഖ്വാജ ആസിഫ് പറയുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഒരു ആണവ ശക്തിയായി തുടരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായും പാലസ്തീന് സ്വാതന്ത്ര്യം ലഭിക്കട്ടെ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓൾറെഡി പാകിസ്ഥാൻ ആണവ ശക്തിയാണ്. അപ്പൊ ആണവ ശക്തിയായിട്ട് തുടരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആണവ ശക്തിയായി തുടരാൻ കഴിയില്ല എന്നൊരു തോന്നൽ പാകിസ്ഥാൻ ഉണ്ടോ? അതായത് പാകിസ്ഥാന്റെ ആണവ ശക്തി അവർക്ക് നഷ്ടമായേക്കുമോ എന്ന് അവർ ഭയപ്പെടുന്നുണ്ടോ? ഈ ഒരു കാര്യം വളരെ പ്രധാനമാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ. അതുപോലെ തന്നെ പലസ്തീന് സ്വാതന്ത്ര്യം ലഭിക്കട്ടെ എന്ന പ്രത്യാശ പറഞ്ഞ് അദ്ദേഹം നിർത്തുകയാണ്. കൂടുതൽ കടുപ്പമേറിയ പ്രയോഗങ്ങളിലോട്ടൊന്നും പോകുന്നുമില്ല. ആകെ മൊത്തം പാകിസ്ഥാൻ ഒന്ന് വിരണ്ട് നിൽക്കുകയാണ്. ആഭ്യന്തര കലാപമാണ് അതിൽ പ്രധാനം. ബലൂചിസ്ഥാനിൽ നടക്കുന്ന കലാപങ്ങൾ, ഖൈബർ പക്തൂൺഖ മേഖലയിലെ ടെൻഷൻസ്, അതിന് പുറമെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് യുദ്ധം നടക്കുന്നു. താലിബാനെ പിണക്കിയത് വലിയ തെറ്റായി പോയി, അബദ്ധമായി പോയി എന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കുന്നു. അതിനോടൊപ്പമാണ് ഇപ്പോൾ ഇറാനിൽ ഭരണകൂടം കൂടി മാറുകയാണെങ്കിൽ തങ്ങളുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി എന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാകിസ്ഥാൻ മിക്കവാറും പാകിസ്ഥാനെ ബർഗറിന്റെ ഇടയിൽ വെച്ച് ഞെരിച്ചമർത്തി ഇല്ലാതാക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. മിക്കവാറും ട്രംപ് പോകുന്നതിന് മുമ്പ് പാകിസ്ഥാന്റെ ആണവായുധത്തിന്റെ കാര്യത്തിൽ കൂടി ഇസ്രായേൽ ഒരു തീരുമാനം ഉണ്ടാക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.